ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നവാബി സെമായി നമുക്ക് തയ്യാറാക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചോളൂ. പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോയേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പാൻ നന്നായി ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ ഗീ അതിലോട്ട് ഇട്ട് കൊടുക്കുക. 200 ഗ്രാം സേമിയ കൈകൊണ്ട് പൊടിച്ച് നുറുക്കിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ട് ഇതിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം മിക്സ് നമുക്ക് ഉണ്ടാക്കാം. ക്രീം മിക്സിനായിട്ട് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുക. അത് നമ്മുടെ ആവശ്യത്തിന്, നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് എത്ര ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യുക. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുടരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ കുറുകി വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ കുറുകി വരണം. ആ ക്രീം പോലെ തന്നെ ആയി വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാനിത് അസംബിൾ ചെയ്യാനായിട്ട് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുഡിംഗ് ഡിഷ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ക്രീം മിക്സ്, അതായത് ഇങ്ങനെ ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സേമിയ, ക്രീം മിക്സ്, വീണ്ടും സേമിയ, ക്രീം മിക്സ്. ഞാൻ ഗ്ലാസ്സിൽ ഇങ്ങനെ ലെയറായിട്ട് സേമിയ, ക്രീം മിക്സ് അങ്ങനെയായിട്ട് ലെയറായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. മുകളിൽ പിസ്ത കുറച്ച് പൊടിച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചൂടോടുകൂടിയും തണുപ്പിച്ചും നമുക്കിത് സെർവ് ചെയ്യാം. ചിലർക്ക് ചൂടോടുകൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ തണുപ്പിച്ചാണ് കഴിച്ചത്. എനിക്ക് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തണുപ്പിച്ചോ അല്ലെങ്കിൽ ചൂടോടുകൂടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് അസംബിൾ ചെയ്ത സമയത്ത് ഈ ക്രീം മിക്സിന് കട്ടി കുറവായിരുന്നു. അതുകൊണ്ട് അത് ഇത്തിരി ലെയറാക്കിയ സമയത്ത് ചെറുതായിട്ട് താഴത്തോട്ട് ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു.
നെക്സ്റ്റ് ഗ്ലാസ് ആയപ്പോഴേക്കും അത് പക്ക ആയി. അപ്പോൾ ക്രീം മിക്സ് നന്നായിട്ട് കട്ടിയുള്ളതാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഗുഡ് ബൈ.